അക്കാദമിക് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ തന്നെ വേട്ടയാടുന്നുവെന്ന് പരാതിപ്പെട്ട് കേരള സർവകലാശാല ഡീൻ ഡോക്ടർ വിജയകുമാരി ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേരള സർവകലാശാല ഡീനും സംസ്കൃത വിഭാഗം മേധാവിയുമായ ഡോക്ടർ CN വിജയകുമാരിയാണ് ഔദ്യോഗിക ചുമതല നിർവഹിച്ചതിന്റെ പേരിൽ നേരിടുന്ന കടുത്ത പീഡനത്തിനും ഭീഷണിക്കും എതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തത്. ഇക്കാര്യത്തിൽ കോടതി എതിർകക്ഷികളായ ഗവർണറുടെയും കേരള VCയുടെയും വിശദീകരണം തേടി. സംസ്കൃത ഗവേഷക വിദ്യാർത്ഥിയുടെ PhD ഓപ്പൺ ഡിഫൻസ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ പേരിലാണ് പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും നേരിടേണ്ടി വരുന്നതെന്ന് ഹർജിയിൽ പറയുന്നു. തന്റെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തുന്നവരിൽ 2 വിദ്യാർത്ഥിനികൾ SC വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും അതിൽ ഒരു വിദ്യാർത്ഥിനി തന്നോടൊപ്പം വീട്ടിൽ താമസിച്ചാണ് ഗവേഷണം പൂർത്തിയാക്കിയതെന്ന് വിജയകുമാരി സൂചിപ്പിക്കുന്നു. അത്തരത്തിൽ പെരുമാറുന്ന തനിക്കെതിരെയാണ് അക്കാദമിക് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ വ്യാജ പട്ടികജാതി വിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 15-ന് ഇടതുപക്ഷ സഹയാത്രികനായ വിപിൻ വിജയന്റെ PhD ഓപ്പൺ ഡിഫൻസിനിടെ ഉണ്ടായ സംഭവങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചത്. ഓപ്പൺ ഡിഫൻസിൽ വിഷയവുമായി ബന്ധപ്പെട്ട ലളിതമായ ചോദ്യങ്ങൾക്ക് പോലും വിപിൻ വിജയന് മറുപടി നൽകാൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം മോശമായി പെരുമാറുകയും ഒപ്പം കൂട്ടി വന്ന വിദ്യാർത്ഥികളും ഗൈഡും ചേർന്ന് രംഗം വഷളാക്കി. ഈ സാഹചര്യത്തിൽ ഓപ്പൺ ഡിഫൻസ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. ഓപ്പൺ ഡിഫൻസ് പൂർത്തിയാകാതെ തടസ്സപ്പെട്ടപ്പോൾ PhD നൽകുന്നതിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയത് തന്റെ കടമയായിരുന്നെന്ന് ഡോക്ടർ വിജയകുമാരി പറയുന്നു. ഇതിനു പിന്നാലെ ഓപ്പൺ ഡിഫൻസ് നടപടികൾ അംഗീകരിച്ച് ഒപ്പിടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ നസീബ്, അജയ് എന്നിവർ സമീപിച്ചു. ഒപ്പിട്ടാൽ അനുയോജ്യമായ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഒപ്പിടാതിരുന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി. വിപിൻ വിജയൻ SFI പ്രവർത്തകനാണെന്ന കാരണവും ഭീഷണിക്കായി ഉപയോഗിച്ചു. ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ടറും ലൈവ് ചർച്ചയിൽ പ്രബന്ധ റിപ്പോർട്ടിൽ ഒപ്പിടാൻ നിർബന്ധിച്ചതായും ഹർജിയിൽ പറയുന്നു. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ പ്രോ ചാൻസലർ പരസ്യ പ്രസ്താവനയിലൂടെ സംഭവത്തിന് ജാതീയ നിറം നൽകി. വിപിൻ വിജയനെ ജാതീയമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു. വിപിൻ വിജയനും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംഭവങ്ങൾക്ക് ജാതീയ നിറം നൽകി. അവിടം കൊണ്ടും തീർന്നില്ല. അക്കാദമിക് വിഷയത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് 2025 നവംബർ 8-ന് ഡോക്ടർ വിജയകുമാരിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ ഭേദഗതി നിയമപ്രകാരം തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിന്റെ മറവിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്നും ഹർജിക്കാരി ആരോപിക്കുന്നു. യൂണിവേഴ്സിറ്റി PhD നൽകുന്നതിലെ അപാകതകൾ സംബന്ധിച്ച് ചാൻസലർക്ക് സമർപ്പിച്ച പരാതിയിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കാൻ നിർദ്ദേശിക്കണമെന്ന് വിജയകുമാരി ഹർജിയിൽ അഭ്യർത്ഥിക്കുന്നു. ഓപ്പൺ ഡിഫൻസ് രേഖകളിൽ ഒപ്പിടാൻ നിയമവിരുദ്ധമായി തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ നിന്ന് സർവകലാശാലയെ തടയണമെന്നും രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകണമെന്നും FIR റദ്ദാക്കണമെന്നും ഹർജിക്കാരി ആവശ്യപ്പെടുന്നു. PhD ഓപ്പൺ ഡിഫൻസ് പ്രോട്ടോകോൾ സംബന്ധിച്ച സർവകലാശാലയുടെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ UGC റെഗുലേഷനുകൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ഇവർ ആവശ്യപ്പെടുന്നു. ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി.